ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസിലെ പാർട്ട് 2 ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ കാണാത്ത പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിലും അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ ക്ലാസ് കണ്ടതിന് ശേഷം എന്തായാലും നിങ്ങളുടെ ഒരു കമൻറ്റ്, അത് ഇഷ്ടമായാലും എങ്ങനെയായാലും നിങ്ങളുടെ ഒരു കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്തുകൂടി കൊടുക്കുക. അപ്പോൾ ഇതിനു മുമ്പുള്ള നമ്മുടെ വീഡിയോസ് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് 7ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ 5ാം ക്ലാസ്സിലെ ലെവൽ ആയതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ഒഴിവാക്കുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ, അപ്പോൾ ഇത് ആദ്യം കുറച്ച് കൊളാഷാണ് തന്നിരിക്കുന്നത്. ഇന്തോനേഷ്യയിൽ ഭൂചലനം, സുനാമിക്ക് സാധ്യത, തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി കൊട്ടാരക്കര സ്വദേശിയുടെ ഹൃദയം എയർ ആംബുലൻസിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലെത്തിച്ചു. പ്രളയ ദുരിതാശ്വാസ ഏകോപനത്തിന് ജില്ലാ കളക്ടർമാരുമായി മുഖ്യമന്ത്രിയുടെ അടിയന്തര വീഡിയോ കോൺഫറൻസ്. അപ്പോൾ ഇതൊക്കെ കുറേ വാർത്തകളാണ്. അപ്പോൾ ഇതെന്താണ്, നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഹൃദയം കൊച്ചിയിലെത്തിക്കാൻ കഴിഞ്ഞത് എങ്ങനെ? നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഗതാഗത ആശയവിനിമയങ്ങൾ എന്നതാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഗതാഗതം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ചാപ്റ്ററിൽ. അതുപോലെ നമ്മുടെ തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് എങ്ങനെയൊക്കെ ആയിരിക്കും? അപ്പോൾ നമുക്കറിയാം ടെലിവിഷൻ മാധ്യമങ്ങൾ, ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക മാധ്യമങ്ങളിലൂടെ നമുക്ക് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മീഡിയാസ് അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ, ഇങ്ങനെ ഇൻ്റർനെറ്റ് സംവിധാനം ഇതൊക്കെ വളരെ ആവശ്യമാണ് ഇന്നത്തെ കാലത്ത്. അതുപോലെ തന്നെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനം പെട്ടെന്ന് സാധ്യമായതെങ്ങനെ? അപ്പോൾ ഈ പ്രളയം വരുമ്പോൾ അല്ലെങ്കിൽ അവർക്കുള്ള ദുരിതാശ്വാസങ്ങൾ നൽകാൻ അല്ലെങ്കിൽ അവരെ രക്ഷിക്കാനൊക്കെ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ വാർത്താവിനിമയങ്ങളും അതുപോലെ ഗതാഗത സംവിധാനങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. ഈ സന്ദർഭങ്ങളെല്ലാം നിത്യജീവിതത്തിലെ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളുടെ പ്രസക്തി വ്യക്തമാക്കുന്നവയാണ്. അപ്പോൾ നമുക്കറിയാം ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ മനുഷ്യർക്കിടയിലുള്ള ഭൗതിക അകലം മറികടക്കുന്നതിനുള്ള മാർഗമാണ്. മനുഷ്യർ തമ്മിലുള്ള അകലം കണക്കിലെടുത്ത് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഫലപ്രദമായ സംവിധാനമാണ് ഈ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങളെയോ ചരക്കുകളെയോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് എന്ത് സഹായകമാണ്? ഗതാഗതം സഹായകമാകുന്നു. ആശയവിനിമയത്തിൽ ഒരു ഉറവിടത്തിൽ നിന്ന് ആശയങ്ങളോ സന്ദേശങ്ങളോ മറ്റൊരിടത്തേക്ക് കൈമാറുന്നത് എന്താണ്? ഈ ആശയവിനിമയത്തിലൂടെയാണ്. അപ്പോൾ ഈ ഗതാഗതവും ആശയവിനിമയവും വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ന് സാരം. അപ്പോൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന, അതായത് ഗതാഗതത്തെക്കുറിച്ചുള്ള കുറച്ച് സ്റ്റാമ്പുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് ഇവിടെ എന്താണ്, നീനു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ തപാൽ സ്റ്റാമ്പ് ആൽബത്തിലെ ഒരു പേജാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. വിവിധ കാലഘട്ടങ്ങളിലെ ഗതാഗത വികാസത്തെക്കുറിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്റ്റാമ്പുകളാണ് നമ്മൾ ഈ കണ്ടത്. അപ്പോൾ സ്റ്റാമ്പുകളിൽ കാണുന്ന വാഹനങ്ങൾ, കാണിച്ചിരിക്കുന്നതൊക്കെ വാഹനങ്ങളാണ്. അപ്പോൾ ഇതാണ് ആദ്യകാലത്തുണ്ടായിരുന്ന പല്ലക്ക് എന്ന് പറയുന്ന സംഭവമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സൈക്കിൾ റിക്ഷ, പിന്നെന്താണ് നമ്മുടെ സൈക്കിൾ റിക്ഷയുണ്ട്, സ്കൂൾ റിക്ഷയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഈ രാജസ്ഥാൻ അതുപോലെ മറ്റു സ്ഥലങ്ങൾ, ഡൽഹി, ഈ വടക്കോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ റിക്ഷകൾ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്കൂൾ റിക്ഷയുണ്ട്, പിന്നെന്താണ് സൈക്കിൾ റിക്ഷയുണ്ട്, അതുപോലെ ഇത് ബസ്സാണ്, ബസ്, പിന്നെന്താണ് ഡബിൾ ഡെക്കർ ബസ്, പിന്നെ ചെവർലെറ്റ് 1932 പുറത്തിറങ്ങിയ ഒരു ചെവർലെറ്റിൻ്റെ ഒരു സ്റ്റാമ്പാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഗതാഗത മാർഗങ്ങളുടെ ചിത്രങ്ങളാണ്. ഇനി
വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഏക ജീവി വർഗം എന്ന് പറയുന്നത് ആരാ? നമ്മൾ മനുഷ്യരാണ്. പണ്ട് കാലത്ത് വാഹനങ്ങൾക്ക് പകരമായി ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെയാണ്? ആന, കുതിര, കാള, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളാണ് ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിരുന്നത്? വാഹനങ്ങൾക്ക് പകരമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇനി എന്താണ് വാഹനം എന്ന് പറഞ്ഞാൽ? ഇവിടെ തന്നിട്ടുണ്ട്, വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥം. വാഹനം എന്ന് പറഞ്ഞാൽ വഹിച്ചു കൊണ്ടുപോവുക, ആ വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം, അതാണ് വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥം. മനുഷ്യർ സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായും ഉപയോഗിക്കുന്ന യാന്ത്രികേതര സംവിധാനങ്ങളാണ് വാഹനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ വാഹനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഈ വാഹനങ്ങൾ എന്തൊക്കെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ സഞ്ചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, ചരക്കുകൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്നു. അങ്ങനെ പല പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മുടെ യാത്രകൾ എളുപ്പമാകുന്ന മാർഗങ്ങളാണ് വാഹനങ്ങളെന്ന് പറയുന്നത്. ഇനി വാഹനങ്ങൾ കണ്ടുപിടുത്തത്തിന് മുമ്പ്, അതായത് ഈ വാഹനങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ആവശ്യങ്ങൾ എങ്ങനെയാണ് നിറവേറ്റിയിട്ടുണ്ടാവുക? അപ്പോൾ നമുക്കറിയാം, എന്താണ്, കാൽനടയായിട്ടാണ് ആളുകൾ സഞ്ചരിച്ചിരുന്നത് അല്ലേ? പണ്ട് കാലത്ത് വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്നപ്പോൾ കാൽനടയായി സഞ്ചരിച്ചു. അതുപോലെ തന്നെ വസ്തുക്കളൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോയത്? തലയിൽ ചുമന്നുകൊണ്ടായിരുന്നു പോയിരുന്നത്, തലച്ചുമടായിട്ട് കൊണ്ടുപോയിരുന്നു. ഇനി പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മൃഗങ്ങളുടെ പുറത്ത് സാധനങ്ങളൊക്കെ കൊണ്ട് യാത്ര പോയി തുടങ്ങി. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ, അതായത് ഇത്തരം മാർഗങ്ങൾക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞിരുന്നില്ല. നമ്മുടെ സാധന സാമഗ്രികളൊക്കെ ആവശ്യ സമയത്ത് അല്ലെങ്കിൽ യഥേഷ്ടം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്തിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ഈ പരിമിതികൾ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മനുഷ്യർ വാഹനങ്ങൾ വികസിപ്പിച്ചെടുത്തു. അങ്ങനെയാണ് എന്ത് ചെയ്തത്? ചക്രങ്ങളുടെ കണ്ടുപിടുത്തമുണ്ടായത്. അപ്പോൾ ഈ ചക്രങ്ങളുടെ കണ്ടുപിടുത്തമാണ് ഗതാഗത രംഗത്തെ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായത്. അപ്പോൾ ഗതാഗത രംഗത്തെ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായത് എന്ന് ചോദിച്ചാൽ എന്താണത്? ചക്രങ്ങളുടെ കണ്ടുപിടുത്തമാണ്. ഇനി ഈ ചക്രത്തിൽ നിന്ന് വാഹനത്തിലേക്ക്, അപ്പം നമ്മൾ പറഞ്ഞു ചക്രങ്ങൾ കണ്ടുപിടിച്ചു, ആ ചക്രത്തിൽ നിന്ന് ആണ് ഇന്ന് കാണുന്ന വാഹനത്തിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. അപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു ദിവസം കൊണ്ട് കണ്ടുപിടിച്ചതല്ല ഈ ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. ഉരുളൻ മരത്തടിക്ക് മുകളിൽ സാധനങ്ങൾ വച്ച് ഉരുട്ടിയാൽ ഭാരനീക്കം എളുപ്പമാകുമെന്ന് മനസ്സിലാക്കിയ മനുഷ്യർ ഉരുളുകളെ, അതായത് ഉരുളയല്ല കേട്ടോ, ഉരുളുകളെ എന്ത് ചെയ്തു? ചെറുതാക്കി ചക്രങ്ങളാക്കി. അപ്പോൾ ഇത് കണ്ടോ, ഈ ഉരുളുകൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ അകത്ത് വലിയ തടി ചെറിയ ഉരുളുകളാക്കി അതിൻ്റെ മേതയിൽ വെച്ചിട്ട് ഉരുട്ടുമ്പോൾ ആ ഒരു ജോലി എളുപ്പമാണ് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പം അങ്ങനെയാണ് അവരെന്ത് ചെയ്തത്? ചക്രങ്ങൾ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചത്. 1976 സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് തടാകത്തിൻ്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയ ഏകദേശം 4500-ലധികം വർഷം പഴക്കമുള്ള ചക്രത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. മേപ്പിൾ മരപ്പലകൾ കൊണ്ട് നിർമ്മിച്ച ഈ ചക്രത്തിൻ്റെ ഭാഗം സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വിറ്റ്സർലൻഡിലെ മ്യൂസിയത്തിൽ പോയാൽ അവിടുത്തെ നാഷണൽ മ്യൂസിയത്തിൽ എന്തുണ്ട്? ഈ ഒരു പലക, അതായത് മേപ്പിൾ മരപ്പലകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചക്രം നമുക്ക് കാണാം. അപ്പോൾ ഇത് 1976 സ്വിറ്റ്സർലൻഡിലെ എവിടെ നിന്ന് കണ്ടെത്തിയത്? സൂറിച്ച് തടാകത്തിൻ്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയത്. ഇതിൻ്റെ പഴക്കം എത്രയാണ്? 4500-ലധികം വർഷം പഴക്കമുള്ള ചക്രമാണ് ഈ കണ്ടത്. ഇനി ഇതേ നോക്കിയേ, നമ്മുടെ പണ്ട് കാലത്തുള്ള ചക്രത്തിൽ നിന്ന് വീണ്ടും ആധുനിക യുഗത്തിലെ ചക്രങ്ങൾ ആയി മാറി നമ്മൾ ഇന്ന് കാണുന്ന ചക്രത്തിലേക്ക് വന്ന് നിൽക്കുകയാണ് ഈ ഓരോ ചിത്രവും സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ മെസപ്പൊട്ടോമിയയിലെ കുറച്ച് കാര്യം പറയാം. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസപ്പൊട്ടോമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നതായി കരുതപ്പെടുന്നു. അപ്പോൾ ആദ്യമായി ചക്രങ്ങൾ നിർമ്മിച്ചത് ആരായിരുന്നു? ഈ മെസപ്പൊട്ടോമിയക്കാരായിരുന്നു. 5000 വർഷങ്ങൾക്ക് മുമ്പാണ് മെസപ്പൊട്ടോമിയക്കാർ നിർമ്മിച്ചത്? ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നതായിട്ട് കരുതപ്പെടുന്നത്. അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ച്
തോൽപ്പട്ടയിൽ ചെമ്പാണി തറച്ച തരത്തിൽ ആയിരുന്നു. അപ്പോൾ മെസപ്പൊട്ടോമിയക്കാർ ചക്രം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? 3 കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പട്ടയിൽ ചെമ്പാണി തറച്ച തരത്തിലായിരുന്നു അവരുടെ ചക്രം. പിന്നീട് ഈജിപ്തുകാരും റോമാക്കാരും എന്ത് ചെയ്തു? ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി. അപ്പോൾ ഈജിപ്തുകാരും പിന്നെ നമ്മുടെ റോമക്കാരും മെസപ്പൊട്ടോമിയക്കാരെക്കാളും കൂടുതൽ എന്ത് ചെയ്തു? മികച്ച ചക്രങ്ങളാണ് അവരെന്ത് ചെയ്തത്? അവർ നിർമ്മിച്ചത്. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത്. അപ്പോൾ മെസപ്പൊട്ടോമിയൻ സംസ്കാരം നമുക്കറിയാം ഇന്നത്തെ ഇറാഖ് എന്ന രാജ്യത്തിൻ്റെ ആ സ്ഥലത്ത് വളർന്നു വന്ന ഒരു ഇന്നത്തെ ഇന്നത്തെ ഇറാഖാണ് അന്നത്തെ എന്തായിട്ട് അറിയപ്പെടുന്നത്? മെസപ്പൊട്ടോമിയ എന്നറിയപ്പെടുന്നത്. അപ്പം മെസപ്പൊട്ടോമിയാണ് ഇന്ന് ഇറാഖ്. ആ ഇറാഖാണ് എന്ത് ചെയ്തത്? ഈ മെസപ്പൊട്ടോമിയൻ സംസ്കാരമായിട്ട് ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശമാണ് വളർന്നു വന്നത്. യൂഫ്രട്ടീസ്, ടൈഗ്രിസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അപ്പം മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിന് അർത്ഥം. ഈ 2 നദികളാണ് ഏതൊക്കെയാണ്? യൂഫ്രട്ടീസും ടൈഗ്രിസും. ഇനി ഇവിടെ ഒരു കുറച്ച് ചിത്രം തന്നിട്ടുണ്ട്. ഒരു 4 ചിത്രം തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഈ ചിത്രങ്ങളുടെ പ്രത്യേകത എന്താണ്? ആദ്യകാലത്ത് ആളുകൾ ചക്രം വെച്ചിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടാണ് സാധനങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് എന്ത് ചെയ്തു? ചക്രങ്ങൾ പിന്നെ വച്ച് കാലുകളെ കെട്ടിയിട്ട് കാളകളെ വെച്ച് വലിച്ച് സാധനങ്ങൾ എന്ത് ചെയ്തു? കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് കുതിരവണ്ടിയിൽ സവാരിക്കായിട്ട് കുതിരവണ്ടി ഉപയോഗിച്ചു. പിന്നീട് എന്ത് ചെയ്തു? കുതിരവണ്ടിയിൽ തന്നെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുക. അപ്പോൾ ഇതാണ് നമ്മുടെ ചക്രങ്ങൾ. മുൻകാലങ്ങളിൽ ഗതാഗതത്തിന് ചക്രങ്ങൾ ഉപയോഗിച്ചത് ഈ രീതിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മനുഷ്യർ വലിച്ചു കൊണ്ടുപോയിരുന്നു. ആദ്യമൊക്കെ എന്ത് ചെയ്തു? മനുഷ്യർ വലിച്ചു കൊണ്ടുപോയി. പിന്നീട് ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികളെ മൃഗങ്ങളെ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോയി. പിന്നീട് എന്ത് ചെയ്തു? മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോയി. പിന്നെ സഞ്ചാരത്തിനായിട്ട് മൃഗങ്ങൾ എന്ത് ചെയ്തു? മനുഷ്യനെ വലിച്ചു കൊണ്ടുപോയി. അങ്ങനെയാണ് ഇന്നത്തെ ഈ രീതിയിലോട്ട് വന്നത്. ആദ്യകാലങ്ങളിൽ മനുഷ്യർ വലിച്ചു കൊണ്ടുപോകുന്നതും മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതുമായ ചക്രങ്ങളാണ് വിവിധ ഗതാഗത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും മനുഷ്യർക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതിനും ഇത്തരം ചക്രവണ്ടികൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. പിൽക്കാലത്ത് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. യന്ത്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ വരവോടെ ഗതാഗതം എന്ത് ചെയ്തു? ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. ചരക്കുകളെയും മനുഷ്യരെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വ്യത്യസ്തമായ ഗതാഗത മാർഗങ്ങൾ പ്രയോജനപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ചക്രങ്ങളൊക്കെ കണ്ടുപിടിച്ചു, യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ചക്രങ്ങളിൽ ആവശ്യമായിട്ട് ഇത് ഓടുന്നതിനാവശ്യമായ വണ്ടികൾ, അതായത് യന്ത്രം ഘടിപ്പിച്ച വണ്ടികളൊക്കെ ഉപയോഗിച്ച് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിച്ച് തുടങ്ങിയതോടുകൂടി എന്ത് ചെയ്തു? ഏതൊക്കെ സ്ഥലത്ത് നിന്ന് എങ്ങോട്ടൊക്കെ പോകണം ആ രീതിയിലുള്ള വാഹനങ്ങളും ചരക്കുകളെയും മനുഷ്യരെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വ്യത്യസ്ത ഗതാഗത മാർഗങ്ങൾ എന്ത് ചെയ്തു? പ്രയോജനപ്പെടുത്താൻ തുടങ്ങി. ചക്രത്തിൽ നിന്നും വാഹനത്തിലേക്കുള്ള ഗതാഗത പുരോഗതിയെക്കുറിച്ചാണ് ഇനി അടുത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഗതാഗത മാർഗങ്ങൾ, നമ്മുടെ ഇന്ത്യയിലെ ഗതാഗത മാർഗങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? കരഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം. കര ഗതാഗതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെയാണ്? നമ്മുടെ റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് കരഗതാഗതം എന്ന് പറയുന്നത്. ഇനിയോ ജലഗതാഗതം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഉൾനാടൻ ഗതാഗതം ജലഗതാഗതവുമുണ്ട്, കടൽ അല്ലെങ്കിൽ സമുദ്ര ഗതാഗതവുമുണ്ട്. ഇപ്പോൾ കടലിലൂടെ നമ്മൾ യാത്ര ചെയ്തു പോകുന്ന കപ്പലുകളൊക്കെ ഉപയോഗിച്ചിട്ട്, അതുപോലെ സമുദ്ര ഗതാഗതം. ഇങ്ങനെ നമുക്ക് 2 തരത്തിലുള്ള ജലഗതാഗതമുണ്ട്. ഇനി വ്യോമഗതാഗതമുണ്ട്. വ്യോമഗതാഗതം എന്ന് പറഞ്ഞാൽ ദേശീയ വ്യോമഗതാഗതവുമുണ്ട്, അന്തർദേശീയ വ്യോമഗതാഗതവുമുണ്ട്. അപ്പം നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഇങ്ങനെ പോകുന്നു, അപ്പോൾ അത് അന്തർദേശീയ വ്യോമഗതാഗതമായി. ഇനി നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിൽ പോകുന്നു, അത് ദേശീയ വ്യോമഗതാഗതം. ഇങ്ങനെ നമ്മുടെ ഗതാഗതത്തെ എത്രയായിട്ട് തിരിച്ചു? 3ആയിട്ട് തിരിച്ചു. ഇനി അതിൽ കരഗതാഗതം, കരയിലൂടെയുള്ള ഗതാഗത സംവിധാനമാണ് കരഗതാഗതം എന്ന് പറയുന്നത്. കരഗതാഗതത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ഗതാഗത മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഏതൊക്കെയാണ്? ബസ്, അതുപോലെ ട്രെയിന്, പിന്നെ
നമ്മുടെ കാറ്, അങ്ങനെയുള്ള എല്ലാ വാഹനങ്ങളും, കരയിലൂടെ പോകുന്ന എല്ലാ വാഹനങ്ങളും ഏതാണ്? കരഗതാഗതത്തിൽ ഉൾപ്പെടുന്ന വാഹനങ്ങളാണ്. ഇനി നമ്മൾ പറയുന്നത് റോഡ് ഗതാഗതത്തെക്കുറിച്ചാണ്. അപ്പം നമ്മുടെ പണ്ട് കാലത്തുള്ള റോഡുകൾ എങ്ങനെയായിരുന്നു? ഇതുപോലുള്ള ഒറ്റയടി പാതകളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? മൺപാതകളായി. പിന്നെ അത് കഴിഞ്ഞു കല്ല് പാകിയ പാതകളായി. ഇതാണ് ഓരോ കാലഘട്ടത്തിൽ നിന്ന് അടുത്ത കാലഘട്ടത്തിലേക്ക് ഇങ്ങനെ വികസിച്ചാണ് ഇന്ന് നമ്മൾ കാണുന്ന റോഡ് ഗതാഗതമൊക്കെ ആയത്. അപ്പോൾ വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരം സാധ്യമാകണമെങ്കിൽ സഞ്ചാരപാതകൾ ആവശ്യമാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ ഇനി എന്താണ്? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു കല്ല് പാകിയ പാതയായി. പിന്നെ അത് കഴിഞ്ഞ് കോൺക്രീറ്റ് പാതകൾ വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇന്ന് കാണുന്ന ടാർ ചെയ്ത പാതകൾ നിലവിൽ വരുന്നത്. ഒറ്റയടി പാതകളും മൺപാതകളുമാണ് പണ്ട് കാലത്ത് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്ന പാതകൾ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഒറ്റയടി പാതകളും മൺപാതകളുമാണ് പണ്ട് കാലത്ത് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നത്. കാലക്രമത്തിൽ എന്ത് ചെയ്തു? കല്ല് പാകിയ പാതകളും അതുപോലെ കോൺക്രീറ്റ് പാതകളും ടാർ ചെയ്ത പാതകളും നിലവിൽ വന്നു. അങ്ങനെ പിന്നീട് ക്രമേണ എന്ത് ചെയ്തു? നമ്മൾ ഈ കാണുന്ന കോൺക്രീറ്റ് പാതകൾ മുതൽ എന്താണ് ടാർ ചെയ്ത പാതകൾ വരെ നിലവിൽ വന്നു. ഇനി നമ്മൾ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡിൻ്റെ പേരെന്താണ്? മക്ക് ആദം റോഡുകൾ എന്നാണ് ആ റോഡിൻ്റെ പേര്. 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക് ആദം ആണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. അപ്പോൾ ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ട സ്കോട്ടിഷ് എഞ്ചിനീയർ ആരാണ്? JL മക് ആദമാണ്. അദ്ദേഹമാണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. അദ്ദേഹം എന്താ ചെയ്തത്? കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തിയ റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ മക് ആദം റോഡുകൾ എന്നറിയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് റോഡ് നിർമ്മിച്ചത് എങ്ങനെയാണ്? കരിങ്കൽ കഷ്ണങ്ങളൊക്കെ നിരത്തി റോളർ ഉപയോഗിച്ച്, ആ മെഷീനുകൾ ഉപയോഗിച്ചാണ് റോഡുകൾ നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരം റോഡുകൾ അറിയപ്പെട്ടിരുന്ന പേര് മക് ആദം റോഡ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ റോഡുകളൊക്കെ അറിയപ്പെട്ടിരുന്നത്. നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ പാതകൾ, സംസ്ഥാന പാതകൾ, ദേശീയപാതകൾ, എക്സ്പ്രസ് ഹൈവേകൾ എന്നിങ്ങനെ ബൃഹത്തായ റോഡ് ശൃംഖല നിലവിലുണ്ട്. അപ്പം നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ രാജ്യമാണ്. അതുപോലെ ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെ നമുക്കെന്താണ്, നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ പാതകളുണ്ട്, സംസ്ഥാന പാതകൾ, ദേശീയപാതകൾ, എക്സ്പ്രസ് ഹൈവേകൾ എന്നിങ്ങനെ ബൃഹത്തായ ഒരു റോഡ് ശൃംഖല തന്നെയുണ്ട്. ലോകത്തിലെ 2ാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയിലാണ്. അപ്പോൾ 1ാമത്തത് ആരാ? അപ്പോൾ 1-ാം സ്ഥാനം ആർക്കെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയ്ക്കാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും റോഡ് ഗതാഗതത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ റോഡ് ശൃംഖലയിൽ 1ാമതായിട്ട് നിൽക്കുന്ന രാജ്യം അമേരിക്കയാണ്. അപ്പോൾ 2-ാം സ്ഥാനം നമ്മുടെ ഇന്ത്യക്കാണ്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുന്നതിൽ റോഡ് ഗതാഗതം സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു റോഡ് ഗതാഗതത്തെ പോലെ ഇന്ത്യയിൽ എന്തുണ്ട്? നാഷണൽ ഹൈവേ, പ്രധാനപ്പെട്ട ഹൈവേകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോൾഡൻ ക്വാഡ്രിയാങ്കിൾ എന്ന് പറയും. എന്താണ് സുവർണ ചതുഷ്കോണം? ഈ സുവർണ ചതുഷ്കോണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖലയാണ് സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യാവസായിക നഗരങ്ങളെയും കാർഷിക കേന്ദ്രങ്ങളെയും ഒക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ദേശീയപാത ശൃംഖലയാണിത്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നു പോകുന്നുണ്ട്. അപ്പോൾ സുവർണ ചതുഷ്കോണം കടന്നു പോകുന്നത് ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട 4 നഗരങ്ങൾ, അതോടൊപ്പം തന്നെ 12 സംസ്ഥാനങ്ങളിലൂടെയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ പാത കടന്നു പോകുന്നുണ്ട്. സുവർണ ചതുഷ്കോണം കടന്നു പോകുന്ന 4 നഗരങ്ങളുണ്ട്. ആ 4 നഗരങ്ങൾക്ക് നമുക്കൊരു കോഡിലൂടെ പഠിക്കാം. എന്താണ്? അപ്പോൾ ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ. അപ്പോൾ ആ ഡൽഹിയുടെ നമ്മൾ എടുത്തു, ഡൽഹിയുടെ എടുത്തു. കൊൽക്കത്തയുടെ എടുത്തു, കൊൽക്കത്തയുടെ ആദ്യത്തെ അക്ഷരം ഇങ്ങെടുത്തു. ചെന്നൈയുടെ ആദ്യത്തെ അക്ഷരം നമ്മളെടുത്തു ചെ.
അപ്പം നമുക്ക് കിട്ടി എന്താണ്? ഡാ കൊച്ചേ മുംബൈക്ക് പോണ്ടേ, മുംബൈ. അപ്പോൾ ഡാ കൊച്ചേ മുംബൈക്ക് പോണ്ടേ എന്ന് പറയുന്ന ഒരു കോഡിലൂടെ നമുക്ക് ഈ സുവർണ ചതുഷ്കോണത്തെ ബന്ധിപ്പിക്കുന്ന 4 നഗരങ്ങൾ പഠിച്ചു വെക്കാം. അപ്പോൾ ഡാ കൊച്ചേ എന്നതിൽ മുംബൈക്ക് പോണ്ടേ എന്നതിൽ നിന്ന് നമുക്ക് ഡൽഹി കിട്ടും. അതുപോലെ എന്താണ്? കൊൽക്കത്ത, ചെന്നൈ, മുംബൈ. അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ്, ഡാ കൊച്ചേ മുംബൈക്ക് പോണ്ടേ. അപ്പോൾ അതുപോലെ 12 സംസ്ഥാനങ്ങളിലൂടെയും എന്ത് കടന്നു പോകുന്നുണ്ട്? സുവർണ ചതുഷ്കോണം കടന്നു പോകുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്നത് വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയുമാണ്. അപ്പോൾ നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വടക്ക് തെക്ക് ഇടനാഴി എന്ന് പറഞ്ഞാൽ ശ്രീനഗറിനെയും കന്യാകുമാരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു ഇടനാഴിക്കാണ് വടക്ക് തെക്ക് ഇടനാഴി എന്ന് പറയുന്നത്. ഇതാ ഇവിടെ വടക്ക ശ്രീനഗർ, ഇതാ കിടക്കുന്നു, ഇവിടെയാണ് ശ്രീനഗർ, വടക്ക് ശ്രീനഗർ. എന്താണ്? ഇതാണ് നമ്മുടെ തെക്ക് ഏതാണ്? കന്യാകുമാരി. അപ്പോൾ വടക്ക് ശ്രീനഗറിനെയും തെക്ക് കന്യാകുമാരിയെയും ഇങ്ങനെ വരും, നേരെ ഇങ്ങനെ വരുന്ന ഈ ഒരു റോഡാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ വടക്ക് തെക്ക് ഇടനാഴി എന്നറിയപ്പെടുന്ന ശ്രീനഗർ കന്യാകുമാരി റോഡെന്ന് പറയുന്നത്. ഇനി കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടെ കിഴക്ക്. ഇത് നമ്മുടെ കിഴക്ക് എന്ന് പറയുമ്പം ഏതാണ്? സിൽച്ചാറാണ്. കിഴക്ക് സിൽച്ചാർ, ഇവിടെയാണ് സിൽച്ചാർ. ഈ സിൽച്ചാറിനെയും ഇവിടെ പോർബന്ദർ, നമ്മുടെ ഗുജറാത്തിലെ പോർബന്ദറിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. നമ്മുടെ ഗാന്ധിജിയുടെ ജനന സ്ഥലമാണ് ഗുജറാത്തിലെ പോർബന്ദർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോർബന്ദറിനെയും എന്ത് ചെയ്യുന്നു? തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു ഇടനാഴിയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു അവിടെയും നമുക്കൊരു വേണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ പോർബന്ദർ ആണല്ലോ ഗാന്ധിജിയുടെ. അപ്പോൾ ഗാന്ധിജി സിൽച്ചാർ അച്ചാർ വാങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോയി. അപ്പോൾ അതാണ് നമ്മുടെ കിഴക്ക് പടിഞ്ഞാറ് ഏത്? പോർബന്ദർ, സിൽച്ചാർ. അപ്പോൾ ഗാന്ധിജിയുടെ ജന്മസ്ഥലം അറിയാലോ, പോർബന്ദറാണ്, സിൽച്ചാറാണ് ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അതാണ് കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചക്രങ്ങൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങളുടെ വികാസ പരിണാമം സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങൾ ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രങ്ങളാണ് നമ്മുടെ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഇതുപോലെ ആളുകൾ എന്ത് ചെയ്തു? ലോഡൊക്കെ വെച്ചിട്ട് സാധനങ്ങളൊക്കെ വെച്ച് വണ്ടി വലിച്ചു കൊണ്ടുപോയിരുന്നു. പിന്നീട് എന്ത് ചെയ്തു? കാലുകളെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? ചരക്ക് കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞ് സൈക്കിളായി. പിന്നീട് എന്ത് ചെയ്തു? സ്കൂട്ടറിൻ്റെ പരിണാമം. അത് കഴിഞ്ഞ് ഓട്ടോറിക്ഷ വന്നു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? നമ്മുടെ കാറുകൾ, അംബാസഡർ കാറുകളൊക്കെ വന്നു. പിന്നെ അത് കഴിഞ്ഞു ചരക്ക് സേവനത്തിനായിട്ട് എന്ത് വന്നു? ലോറി വന്നു. അത് കഴിഞ്ഞ് ബസ്, ഇപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള ബസ്സുകൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യ കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിലേക്കുള്ള ഒരു പരിണാമം എന്ന് പറയുന്നത്. ഇനി റോഡ് ഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മേന്മകൾ? താരതമ്യേന ചിലവ് കുറവാണ്. നമുക്കറിയാം റോഡ് ഗതാഗതത്തിന് നമുക്കിപ്പോൾ ട്രെയിനിൽ പോകണ പൈസ കൊടുക്കേണ്ട നമുക്ക് ബസ്സിൽ പോയാൽ. അപ്പോൾ റോഡ് ഗതാഗതത്തിന് ചിലവ് വളരെ കുറവാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യാം? ഈ റോഡ് ഗതാഗതത്തിലൂടെ ഗതാഗതം നടത്താം. ഹ്രസ്വദൂര യാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യം. നമുക്ക് കുറച്ച് സ്ഥലത്തൊക്കെ പോകണമെങ്കിൽ ഏറ്റവും നല്ലത് എന്താണ്? റോഡ് ഗതാഗതം തന്നെയാണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് റെയിൽ ഗതാഗതത്തെക്കുറിച്ചാണ്. അപ്പോൾ റെയിൽ ഗതാഗതം എന്ന് പറഞ്ഞാൽ ഏത് പ്രായക്കാർക്കും കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയാണ് ഏത്? തീവണ്ടി എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോഴും നമ്മൾ തീവണ്ടി കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ അന്തം വിട്ട് വാവളിച്ച് നോക്കി നിൽക്കും. അപ്പോൾ എല്ലാവർക്കും എന്താണ്? തീവണ്ടി എന്ന് പറയുന്നത് ഒരു കൗതുകം തന്നെയാണ്. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണ് തീവണ്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെയിൽ ഗതാഗതം എന്ന് പറയുന്നത്. ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആരംഭിച്ചത്. അപ്പോൾ റെയിൽവേ സംവിധാനം ആദ്യമായിട്ട് ലോകത്ത് ആരംഭിച്ചത് എവിടെയാണ്? ബ്രിട്ടനിലാണ് ആരംഭിച്ചത്. ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. അപ്പോൾ ആവിയന്ത്രം കണ്ടുപിടിച്ചു. ഈ ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് എന്ത് ചെയ്തത്? ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. 1825 ജോർജ്
ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത് ആരാണ്? ജോർജ് സ്റ്റീഫൻസൺ ആണ്. ഏത് വർഷമാണ്? 1825 ജോർജ് സ്റ്റീഫൻസൺ എന്ത് ചെയ്തത്? ലോകത്തിലെ തന്നെ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത്. ഇത് പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ധനമായി അദ്ദേഹം ഉപയോഗിച്ചത് എന്താണ്? കൽക്കരിയാണ്. അപ്പോൾ കൽക്കരിയാണ് ഇന്ധനമായിട്ട് ഉപയോഗിച്ചത്. പിൽക്കാലത്ത് സാങ്കേതിക വികാസത്തിൻ്റെ ഫലമായി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും നിലവിൽ വന്നു. പിന്നീട് എന്ത് ചെയ്തു? ഡീസൽ എഞ്ചിന്, അതുപോലെ ഇപ്പോൾ ഇലക്ട്രിക് ട്രെയിനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വികസിച്ചു വന്നു. ഇനി 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ റെയിൽപാത ഏത് എന്ന് പറഞ്ഞാൽ ഏതാണ്? സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്ന 2 നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ആദ്യത്തെ റെയിൽപാത എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? സ്റ്റോക്ടൺ, 10 കണക്കിന് സ്റ്റോക്കൊക്കെ നമ്മൾ നിറച്ച് വെക്കൂലേ, അങ്ങനെ ആലോചിച്ചാൽ മതി. സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ. അപ്പോൾ ഡാർലിംഗ് എന്ത് ചെയ്തു? ഡാർലിംഗ് കുറേ സ്റ്റോക്ക് 10 കണക്കിന് സ്റ്റോക്ക് വെച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്കത് കിട്ടും. 1825 ഇംഗ്ലണ്ടിലാണ് എന്ത് ചെയ്തത്? ലോകത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ ഏതൊക്കെ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ്? സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ 2 നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടത് 1825. ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ജോർജ് സ്റ്റീഫൻസൺ നമ്മൾ പറഞ്ഞല്ലോ, ആദ്യത്തെ ലോക്കോമോട്ടീവ് നിർമ്മിച്ചത് 1825 ജോർജ് സ്റ്റീഫൻസൺ ആണെന്ന്. അപ്പോൾ ജോർജ് സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ഈ ലോക്കോമോട്ടീവാണ് എന്ത് ചെയ്തത്? സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളിലൂടെ എന്ത് ചെയ്തത്? ആദ്യത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ആ ഒരു വാഹനം ഓടിച്ച് സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ റെയിൽവേ ആദ്യമായിട്ട് ഓടിക്കുന്നത്. ഇനി വിവിധ കാലഘട്ടത്തിലെ തീവണ്ടിയുടെ ചിത്രങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യ കാലഘട്ടത്തിലൊക്കെ ഉപയോഗിച്ച ഒരു തീവണ്ടിയുടെ ചിത്രമാണ് ഈ തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? പിന്നെ കുതിരകളെ കൊണ്ട് കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന രീതിയിലുള്ള അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? കുതിരകളെ കൊണ്ട് ഓടിപ്പിക്കുന്ന ആ ഒരു തീവണ്ടി ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേപോലുള്ള കൽക്കരി ഉപയോഗിച്ച് പോകുന്ന തീവണ്ടികൾ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇവിടെ ഈ കാണുന്ന രീതിയിലുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെയുള്ള തീവണ്ടികൾ, ഇലക്ട്രിക് വണ്ടികളൊക്കെ ഇറങ്ങിയത്. ഇന്ന് കാണുന്ന രീതിയിലുള്ള തീവണ്ടിയാണ് അപ്പോൾ ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിവിധ കാലഘട്ടത്തിലെ തീവണ്ടിയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. അപ്പം നമുക്കറിയാം എന്താണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? നമ്മുടെ ബ്രിട്ടീഷുകാരാണ്. ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും കടൽ മാർഗം അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇവിടെ കണ്ട വസ്തുക്കളെല്ലാം അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇത് കടൽ മാർഗമല്ലേ കൊണ്ടുപോകുന്നത്. അപ്പോൾ മഴയും മഞ്ഞും ഇതൊക്കെ കഴിഞ്ഞ് ഈ വസ്തുക്കളൊക്കെ അങ്ങെത്താൻ കുറേ സമയമെടുക്കും. അപ്പോൾ ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം എന്ന നിലയിലാണ് ആദ്യമായിട്ട് റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാതയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബോംബെയിലെ ഇപ്പോഴത്തെ മുംബൈ മുതൽ താനെ വരെ 1853 ആദ്യമായിട്ട് ഇന്ത്യയിൽ റെയിൽപാത നിലവിൽ വരുന്നത്. 1853 ബോംബെ മുതൽ താനെ വരെയാണ് ആദ്യത്തെ റെയിൽവേ ലൈൻ എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ റെയിൽപാതയാണ് ഈ കാണിച്ചിരിക്കുന്നതാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ഏത് മുതൽ ഏതുവരെയാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെ 1861 അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ തീവണ്ടികൾ. കേരളത്തിലത് ഈ തീവണ്ടി, അതുപോലെ കേരളത്തിലതും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലതും ഈ തീവണ്ടികളാണ്. ഇനി
നോക്കിയേ, നമ്മുടെ മെട്രോ റെയിലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. അപ്പോൾ മെട്രോ റെയിൽ ആരംഭിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വൻ നഗരങ്ങളിലൊക്കെ നമ്മൾ ഇപ്പോൾ മുംബൈ, അതുപോലെ ചെന്നൈ, ഇങ്ങനെ ഡൽഹി, ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര യാത്രാ പ്രശ്നങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമായിട്ട് ആരംഭിച്ച സംവിധാനമാണ് മെട്രോ റെയിൽ എന്ന് പറയുന്നത്. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ സംവിധാനം നിലവിലുണ്ട്. അപ്പോൾ മെട്രോ റെയിൽ സംവിധാനം നിലവിൽ ഇപ്പോൾ എവിടെയൊക്കെയാണ് ഉള്ളത്? കൊൽക്കത്തയിലുണ്ട്, ഡൽഹിയിലുണ്ട്, മുംബൈയിലുണ്ട്, ചെന്നൈയിലുണ്ട്, അതുപോലെ ബംഗളൂരു, കൊച്ചി എന്നിവിടങ്ങളിലും ഉണ്ട്. ദൈനംദിന യാത്രയ്ക്കും ചരക്ക് നീക്കത്തിനും വിനോദയാത്രയ്ക്കും ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്ന ഗതാഗത സംവിധാനമാണ് ഏത്? റെയിൽവേ എന്ന് പറയുന്നത്. വളരെ വിപുലമായ റെയിൽവേ ശൃംഖല ഇന്ത്യയിൽ നിലവിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടേത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇന്ത്യയിൽ പ്രധാന നഗരങ്ങളിൽ മെട്രോ റെയിൽ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. ഇനി റെയിൽ ഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ ഗതാഗതം എന്ന് പറയുന്നത്. കൂടുതൽ ചരക്ക് നീക്കത്തിന് സാധിക്കുന്നു. അതുപോലെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഏതാണ്? റെയിൽ ഗതാഗതമാണ്. അടുത്ത് നമ്മൾ പറയുന്നത് ജലഗതാഗതമാണ്. അപ്പോൾ ജലഗതാഗതത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയായി ചിത്രങ്ങൾ തന്നിട്ടുണ്ട്? ആദ്യ കാലഘട്ടത്തിലൊക്കെ ആളുകൾ യാത്ര ചെയ്തിരുന്നത് ഇതേപോലുള്ള ഈ പായ് കപ്പൽ പോലെ, പായ് വഞ്ചികൾ പോലെയുള്ള ഇതേപോലുള്ള വഞ്ചികളിലാണ് യാത്ര ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ഈ വള്ളം പോലുള്ള കുറച്ചുകൂടി ഒരു വികസനം വന്നു. പിന്നീട് എന്ത് ചെയ്തു? ഇതുപോലെ കുറച്ചുകൂടി ചുണ്ടൻ വള്ളങ്ങളായി. അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ കാണുന്ന ഈ കൊട്ടവഞ്ചികൾ പോലുള്ള വഞ്ചികളായി. പിന്നീട് ബോട്ടുകളായി. പിന്നീട് പായ്ക്കപ്പലുകളായി. ഇങ്ങനെ ജലഗതാഗതം കുറെ കൂടി പുരോഗതി പ്രാപിച്ചു. ജലഗതാഗത മാർഗങ്ങൾ കണ്ടെത്താൻ മനുഷ്യരെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തെല്ലാമെന്നാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജലാശയങ്ങൾ മുറിച്ചു കടക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കാം ജലഗതാഗതം എന്ന ആശയത്തിൽ എത്തിച്ചത്. ഒറ്റത്തടിയും ചങ്ങാടങ്ങളും ഉപയോഗിച്ചിരുന്ന മനുഷ്യർ മരത്തടിയുടെ മധ്യഭാഗം തീയിട്ട് കരിച്ച് പൊള്ളയാക്കിയാണ് ആദ്യകാലത്ത് തോണികൾ നിർമ്മിച്ചിരുന്നത്. പിന്നീട് പണിയായുധങ്ങളുടെ കണ്ടെത്തൽ തോണി നിർമ്മാണം എളുപ്പമാക്കുകയുണ്ടായി. അപ്പോൾ ക്രമേണ എന്ത് ചെയ്തു? പലതരത്തിലുള്ള വള്ളങ്ങളും പായ്ക്കപ്പലുകളും നിർമ്മിച്ചു. ഇത് ജലഗതാഗതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി. ഇനി നമുക്ക് ഇതാണ് പായ്ക്കപ്പലുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ജലഗതാഗത വാഹനങ്ങൾ ഏതെല്ലാം? ഇനി നിങ്ങൾക്ക് പരിചിതമായ പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ജലഗതാഗത വാഹന മാതൃകകൾ നിർമ്മിക്കുകയാണ്. ഇത് കുട്ടികൾക്കുള്ളതാണ് കേട്ടോ. പലതരത്തിലുള്ള ജലഗതാഗത മാർഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. മെസപ്പൊട്ടേമിയൻ ജനത വ്യാപാര രംഗത്ത് കപ്പലുകൾ പോലെയുള്ള ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഈ കപ്പലുകൾ പോലെയുള്ള ജലയാനങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നതും ആര് തന്നെയാണ്? മെസപ്പൊട്ടേമിയൻ ജനതയാണ്. തുഴകളാലും നീളൻ കമ്പുകളാലും മുന്നോട്ട് നീക്കിക്കൊണ്ടുപോകുന്ന വിവിധ വലിപ്പത്തിലുള്ള ജലയാനങ്ങൾ ഇവർ നിർമ്മിച്ചിരുന്നു. ചരക്ക് നീക്കത്തിനും സഞ്ചാരത്തിനും ഈ ജലയാനങ്ങൾ ഉപയോഗിച്ചു. സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോഥലിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ ഡോക്ക് യാർഡിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ഗുജറാത്തിലെ ലോഥൽ എന്ന് പറയുന്നത്. ഇവിടെ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോഥലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസപ്പൊട്ടേമിയൻ മുദ്രകളിലും ബോട്ടിൻ്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട്. അപ്പോൾ ലോഥലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും അതുപോലെ ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസപ്പൊട്ടേമിയൻ മുദ്രകളിലും എന്തുണ്ടായിരുന്നു? ബോട്ടിൻ്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട്. ഇത് ആ കാലത്ത് ജലഗതാഗതം നിലനിന്നിരുന്നു എന്നതിന് തെളിവാണ്.
ഗതാഗതത്തെ നമ്മൾ ഉൾനാടൻ ജലഗതാഗതം, സമുദ്ര ജലഗതാഗതം എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. റെയിൽവേയുടെ കടന്നുവരവിന് മുമ്പ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം എന്ന് പറയുന്നത്. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചത്. പിൽക്കാലത്ത് ഇതിനായി കനാലുകൾ നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3, കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത 3. അപ്പോൾ ദേശീയ ജലപാത 3 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് ബന്ധിപ്പിക്കുന്നത്. ഇനി കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ, അപ്പോൾ കോഴിക്കോട് മുതൽ കൊല്ലം വരെയുള്ള കൊടുങ്ങല്ലൂർ വരെയുള്ള ആ ഒരു കനാലിന് പറയുന്നതാണ് കനോലി കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേരളത്തിൽ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗത പാതകളാണ്. ഏതൊക്കെയാണ്? ഈ കനോലി കനാലും ദേശീയ ജലപാത 3 എന്ന് പറയുന്നത്. റെയിൽ സംവിധാനം ശക്തപ്പെടുന്നത് വരെ ചരക്ക് നീക്കത്തിന് പ്രധാനമായും ഈ ജലപാതകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഉൾനാടൻ ജലപാതകൾ ഇന്ന് വൻതോതിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനായി യൂറോപ്യർ ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകി. നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗമെന്ന നിലയിലാണ് യൂറോപ്യർ ആദ്യകാലങ്ങളിൽ കനാലുകൾ നിർമ്മിച്ചിരുന്നത്. ക്രമേണ ഇത്തരം കനാലുകൾ ജലയാത്രയ്ക്കായി കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് കനോലി കനാൽ, പാർവതി പുത്തനാർ തുടങ്ങിയവ. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട 2 കനാലുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കനോലി കനാൽ പറയാം, പാർവതി പുത്തനാർ തുടങ്ങിയവയൊക്കെ കേരളത്തിൽ നിർമ്മിച്ച പ്രധാനപ്പെട്ട കനാലുകളാണ്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ധാരാളം കനാലുകൾ ഉണ്ട്. അപ്പോൾ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ഏത് ജില്ലയാണ്? ആലപ്പുഴയാണ്. ഇവിടെ എന്തുണ്ട്? ധാരാളം കനാലുകൾ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നിരവധി മൊത്തം വെള്ളം ആണല്ലോ. ഇനി നമ്മൾ പറയുന്നത് കനോലി കനാലിനെ കുറിച്ചാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വച്ചു. പിന്നീട് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. ഈ ജലപാതയാണ് കനോലി കനാൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കനോലി കനാൽ എന്ന് പറഞ്ഞാൽ ഏതു മുതൽ ഏത് വരെയാണ്? കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള പാതയാണ്. ആ ഒരു പാതയ്ക്കാണ് നമ്മൾ കനോലി കനാൽ എന്ന് പറയുന്നത്. ഇത് 1845 നിലവിൽ വരുന്നത്. കോഴിക്കോടിനെയും കൊല്ലത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന ആരായ HV കനോലിയാണ് 1845 ഈ കനോലി കനാൽ എന്ത് ചെയ്തത്? രൂപകൽപ്പന ചെയ്തത്. പിന്നീട് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. അപ്പോൾ ഈ ജലപാതയാണ് കനോലി കനാൽ എന്ന് പറയുന്നത്. ഇനി പാർവതി പുത്തനാറാണ്. ഈ കാണുന്നതാണ് പാർവതി പുത്തനാർ എന്ന് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വേളി, കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽ പാതയാണ് പാർവതി പുത്തനാർ എന്ന് പറയുന്നത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് പാർവതി പുത്തനാർ ഉള്ളത്. പാർവതി പുത്തനാർ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പാതയാണ്? പാർവതി പുത്തനാർ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വേളി, കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാലാണ് നമ്മുടെ പാർവതി പുത്തനാർ എന്ന് പറയുന്നത്. ഇനി മുൻകാലങ്ങളിൽ രാജ്യാന്തര യാത്രകൾക്കും ചരക്ക് നീക്കത്തിനും ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് സമുദ്ര ഗതാഗതത്തെ ആയിരുന്നു. കാറ്റിൻ്റെ ദിശാശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തം സമുദ്ര ഗതാഗതത്തെ മെച്ചപ്പെടുത്തി. അതോടെ മറ്റു ദേശങ്ങളിലേക്കുള്ള യാത്രകൾ വർദ്ധിച്ചു. ആവിയന്ത്രത്തിൻ്റെ കണ്ടെത്തലോടെ ആവിശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുകയും കടൽ യാത്ര കൂടുതൽ സുരക്ഷിതമാവുകയും ചെയ്തു. പിന്നീട് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകളും എന്ത് ചെയ്തു? നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ ആദ്യമൊക്കെ എന്താണ്? കാറ്റിൻ്റെ സഹായത്തോടു കൂടിയായിരുന്നു കപ്പൽ യാത്ര എന്ന് പറയാം. അപ്പോൾ പിന്നീടാണ് എന്ത് ചെയ്തത്? ഇന്ധനങ്ങൾ കണ്ടുപിടിച്ചു. അത് എന്ത് ചെയ്തു? കൂടുതൽ സുരക്ഷിതമായ യാത്രയ്ക്ക് സഹായകമായി.
സമുദ്രജലഗതാഗതം സാധ്യമാകുന്നത് തീരദേശ ജലപാതയിലൂടെയും അന്താരാഷ്ട്ര ജലപാതയിലൂടെയുമാണ്. രാജ്യത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾക്കിടയിൽ ചരക്കുകളെയും യാത്രക്കാരെയും കൊണ്ടുപോകുന്നത് തീരദേശ ജലപാതകൾ വഴിയാണ്. എന്നാൽ മറ്റ് രാജ്യങ്ങളുടെ തുറമുഖങ്ങൾക്കിടയിൽ ചരക്ക് നീക്കത്തിനും യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനും അന്താരാഷ്ട്ര ജലപാത ഉപയോഗിക്കുന്നു. അപ്പോൾ രാജ്യങ്ങൾക്കിടയിലാണ് ചരക്ക് നീക്കവും യാത്രക്കാരെ കൊണ്ടുപോകുന്നതുമാണെങ്കിൽ അവിടെ ഏത് പാത വേണം? അന്താരാഷ്ട്ര ജലപാത വേണം. ഇനി രാജ്യത്തിനകത്ത് ഉള്ള തുറമുഖങ്ങൾക്കിടയിൽ ചരക്കുകളെയും യാത്രക്കാരെയും കൊണ്ടുപോകുന്നത് തീരദേശ ജലപാതകൾ വഴിയാണ്. അപ്പോൾ ഈ പാതയിലൂടെയാണ് ഇറക്കുമതിയും കയറ്റുമതിയും പ്രധാനമായിട്ടും നടക്കുന്നത്. ഇനി ജലഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? താരതമ്യേന ചെലവ് വളരെ കുറവാണ്. ജലഗതാഗതത്തിന് മലിനീകരണം കുറവാണ്. അതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇനി വ്യോമഗതാഗതമാണ് നമ്മൾ പറയുന്നത്. ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്ന ജാക്വിസ് മോണ്ട് ഗോൾഫിയർ നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണങ്ങുന്നതിനായി തൂക്കിയിട്ടിരുന്ന വസ്ത്രത്തിന് താഴെ തീ കൂട്ടി കത്തിക്കുകയായിരുന്നു ജാക്വിസിൻ്റെ ഭാര്യ. അപ്പോൾ അവരെന്ത് ചെയ്തു? ഇങ്ങനെ നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണങ്ങുന്നതിന് വേണ്ടി തീ കൂട്ടി കത്തിച്ചു. അപ്പോൾ ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രം ആകാശത്തേക്ക് പറന്നുയർന്നത് അദ്ദേഹത്തിൽ എന്ത് ചെയ്തു? അതിശയം ഉളവാക്കി. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രം എന്ത് ചെയ്തു? ആകാശത്തേക്ക് പറന്നുപോയി. ആ കാഴ്ച ജാക്വിസിനെ ഏറെ ചിന്തിപ്പിച്ചു. പിന്നെയുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന് വിശ്രമമുണ്ടായിരുന്നില്ല. തൻ്റെ സഹോദരനായ ജോസഫ് മോണ്ട് ഗോൾഫിയറുമായി ചേർന്ന് ജാക്വിസ് ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി. ചൂട് വായു നിറച്ച ആ ബലൂൺ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. അതിനുശേഷം ബലൂണിൻ്റെ കീഴ്ഭാഗത്ത് കുട്ട വച്ച് പിടിപ്പിച്ച് സ്വന്തം വീട്ടിലെ കോഴി, താറാവ് എന്നിവയെ യാത്രക്കാരാക്കി. തുടർന്ന് ജാക്വിസും ജോസഫും ആ ബലൂൺ വാഹനത്തിൽ പാരീസ് നഗരത്തിന് മുകളിലൂടെ അരമണിക്കൂർ പറന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വിമാനത്തിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അപ്പോൾ വിമാനം കണ്ടുപിടിച്ചത് ആരൊക്കെ ചേർന്നിട്ടാണ്? വിമാനമല്ല, നമ്മുടെ അപ്പോൾ വിമാനമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വിമാനത്തിന് മുന്നോടിയായിട്ട് ബലൂൺ പറപ്പിച്ചത് അപ്പോൾ ആരൊക്കെ ചേർന്നിട്ടാണ്? ജാക്വിസും ജോസഫും ചേർന്നിട്ടാണ്. അപ്പോൾ നമ്മുടെ ജാക്വിസ് മോണ്ട് ഗോൾഫിയറും ജോസഫ് മോണ്ട് ഗോൾഫിയറും കൂടി ചേർന്നിട്ടാണ് ഈ ബലൂൺ എന്ത് ചെയ്തത്? പാരീസ് നഗരത്തിന് മുകളിലൂടെ അരമണിക്കൂർ അവർ പറപ്പിച്ചു. 1783 ഈ സംഭവമാണ് പിന്നീട് ആകാശയാത്രകൾക്ക് തുടക്കമിട്ടത്. അപ്പോൾ നമ്മുടെ ജാക്വിസും ജോസഫും തുടക്കമിട്ട ഈ ഒരു ആകാശയാത്രയാണ് പിന്നീട് എന്ത് ചെയ്തത്? 1783 ഈ ഒരു ബലൂൺ പറക്കൽ, ആ പറക്കലിലൂടെയാണ് ആകാശയാത്രകൾക്ക് തുടക്കമിട്ടത്. ചൂടുവായു നിറച്ച ബലൂണുകളാണ് മനുഷ്യർ ആകാശയാത്രയ്ക്ക് ആദ്യം ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? ചൂടുവായു ഉപയോഗിച്ച ബലൂണിലാണ് ഇവർ പറന്നിരുന്നത്. അതിനുശേഷം സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ വലിയ ബലൂണുകളിൽ നിറച്ച് ആകാശ കപ്പലുകൾ നിർമ്മിച്ചു. അപ്പോൾ പിന്നീട് എന്ത് ചെയ്തു? സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ വലിയ ബലൂണുകളിൽ നിറച്ച് ആകാശ കപ്പലുകൾ എന്ത് ചെയ്തു? നിർമ്മിച്ചു. തുടർന്ന് വേഗത കുറച്ച് താഴെ എത്താൻ സഹായിക്കുന്ന പാരച്യൂട്ടുകൾ കണ്ടുപിടിച്ചു. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്തു? പാരച്യൂട്ടുകൾ കണ്ടുപിടിച്ചു. പാരച്യൂട്ടുകളുടെ പ്രത്യേകത എന്താണ്? വേഗത കുറച്ച് താഴെ എത്താൻ സഹായിക്കുന്ന പാരച്യൂട്ടുകൾ കണ്ടുപിടിച്ചു. എന്നാൽ ഇവയൊന്നും മനുഷ്യർക്ക് സൗകര്യപ്രദമായി നിയന്ത്രിച്ചുപയോഗിക്കാൻ കഴിയുന്നവയായിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഇതാണ് ആകാശ കപ്പൽ എന്ന് പറയുന്നത്. ഇത് എന്താണ്? പാരച്യൂട്ട്. ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ചത് അമേരിക്കക്കാരായ ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും ചേർന്നിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന വിമാനം നിർമ്മിച്ചത് ആരാണ്? അമേരിക്കക്കാരായ ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും ചേർന്നിട്ടാണ്. അപ്പോൾ റൈറ്റ് സഹോദരന്മാരാണെന്ന് നമുക്കറിയാം. ഇവർ നിർമ്മിച്ച വിമാനത്തിൻ്റെ പേര് ഫ്ലയർ 1 എന്നായിരുന്നു. അപ്പോൾ ആദ്യത്തെ വിമാനത്തിൻ്റെ പേരാണ് ഫ്ലയർ 1 എന്ന് പറയുന്നത്. അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് 1903 ഡിസംബർ 17 ഫ്ലയർ 1 പറന്നുയർന്നത്. അപ്പോൾ 1903 ഡിസംബർ 17 ആദ്യത്തെ വിമാനമായ ഫ്ലയർ 1 അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്നും പറന്നുയർന്നത്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലയർ 1 പറക്കുന്ന ആ ഒരു ചിത്രം എന്ന് പറയുന്നത്. ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റുമാണ് ആദ്യമായിട്ട് വിമാനം പറപ്പിക്കുന്നത്. കാലക്രമേണ ഹെലികോപ്റ്ററുകൾ, ജെറ്റ് വിമാനങ്ങൾ, യാത്രാ വിമാനങ്ങൾ, സൂപ്പർസോണിക് വിമാനങ്ങൾ എന്നിവ നിർമ്മിക്കാൻ മനുഷ്യർക്ക് സാധിച്ചു. അപ്പോൾ ഇതിലൂടെയാണ് മനുഷ്യർ എന്ത് ചെയ്തത്? കാലക്രമേണ ഹെലികോപ്റ്ററുകളും ജെറ്റ് വിമാനങ്ങളും യാത്രാ വിമാനങ്ങളും സൂപ്പർസോണിക് വിമാനങ്ങളും ഒക്കെ എന്ത് ചെയ്തത്? നിർമ്മിക്കാൻ മനുഷ്യരെ സഹായിച്ചത് ഈ ഒരു യാത്രയാണ്. രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂര യാത്രകൾക്കായി വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു യാത്രാ മാർഗമാണ് വ്യോമഗതാഗതം എന്ന് പറയുന്നത്. ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനവും ഇത് തന്നെയാണ്. സൈനിക ആവശ്യങ്ങൾക്കായി വ്യോമഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയിലെ വ്യോമഗതാഗതത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിക്കുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ്. 1911 അലഹബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നതോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത് 1911 അപ്പോൾ ഇത് അലഹബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനമാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? പറന്നുയർന്നത്. അങ്ങനെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിക്കുന്നത്. 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള വിമാന സർവീസ് നടന്നത് 1912 അവിടെ എന്ത് ചെയ്തു? ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനമാണ് എവിടെ എത്തിയത്? 1912 ലണ്ടനിലെത്തിയത്. അപ്പോൾ ഇത് ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും, അപ്പോൾ ആദ്യം വന്നത് ലണ്ടനിൽ നിന്ന് ഇങ്ങോട്ട് പോയി കറാച്ചിയിലേക്കും, കറാച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഡൽഹിയിലേക്കും സർവീസ് നടത്തി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ്, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനി ഏതാണ്? ടാറ്റ എയർലൈൻസ് ആണ്. 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് എന്ത് ചെയ്തു? 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തുകയുണ്ടായി. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം എവിടെയെന്ന് ചോദിച്ചാൽ അത് മുംബൈയിലെ ജുഹുവിലാണ്. ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ എന്ന് മാറിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഏത്? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി വ്യോമഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗമാണ് വ്യോമഗതാഗതം. വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുകയും ഭൂമിയെ ഒരു ആഗോള ഗ്രാമമാക്കുകയും ചെയ്യുന്നത് ഇതിലൂടെയാണ്? വ്യോമഗതാഗതത്തിലൂടെയാണ്. ദേശീയ പ്രതിരോധത്തിന് ഉപയോഗപ്പെടുത്തുന്നത് എന്താണ്? വ്യോമഗതാഗതമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി വായുമലിനീകരണം. ഡൽഹിയിലെ സ്കൂളുകളും കോളേജുകളും അടച്ചിട്ടു. അപ്പോൾ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ഡൽഹിയിലൊക്കെ വായുമലിനീകരണം വളരെ ബുദ്ധിമുട്ടാണെന്ന്. വായുമലിനീകരണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിലെ സ്കൂളുകളും കോളേജുകളും ഒരറിയിപ്പുണ്ടാകുന്നത് വരെ അടച്ചിടും. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള നിരോധനവും നീട്ടി. ജീവനക്കാർ സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കി പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. അപ്പോൾ ഈ വാർത്ത നമ്മൾ വായിച്ചത് എന്തുകൊണ്ടാണ്? ജീവനക്കാർ സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കി പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ നിർദ്ദേശമുണ്ടായെന്ന് ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഡൽഹിയിലൊക്കെ എപ്പോഴും എന്താണ്? വാഹനക്കുരുക്കാണ്. അപ്പോൾ ഇത് കണ്ടോ, ആളുകളെക്കാൾ കൂടുതൽ എന്താണ് ഡൽഹിയിലുള്ളത്? വാഹനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കി പൊതുഗതാഗതം ഉപയോഗിക്കണമെന്ന് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്? മുന്നറിയിപ്പ് നൽകുന്നത്. ഇനി വാഹനങ്ങളുടെ പെരുപ്പം എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്? വർദ്ധിച്ച ഗതാഗതക്കുരുക്ക്, വായുമലിനീകരണം, അതുപോലെ ശബ്ദമലിനീകരണം, പിന്നെന്താണ്? ആരോഗ്യ പ്രശ്നങ്ങൾ, ഉയർന്ന തോതിലുള്ള വാഹന അപകടങ്ങൾ, പരിമിതമായ പാർക്കിംഗ് സൗകര്യം, കാൽനട യാത്രക്കാരുടെയും സൈക്കിൾ യാത്രക്കാരുടെയും സുരക്ഷ കുറയ്ക്കുന്നു. ഇതൊക്കെ നമുക്ക് പറയാം.
ഇനി ആശയവിനിമയം, ഒരിടത്തു നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ മറ്റൊരിടത്തേക്കോ മറ്റൊരാളിലേക്കോ കൈമാറുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആശയവിനിമയം എന്ന് പറയുന്നത്. പ്രാചീന കാലം മുതൽ മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായി വ്യത്യസ്തങ്ങളായ ആശയവിനിമയ ഉപാധികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രാചീന കാലം മുതൽ തന്നെ മനുഷ്യർ എന്ത് ചെയ്തിട്ടുണ്ട്? വ്യത്യസ്തങ്ങളായ ആശയവിനിമയ ഉപാധികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയൊക്കെയാണ്? സംഭാഷണത്തിലൂടെ, എഴുത്തിലൂടെ, ഫോണിലൂടെ, ഇങ്ങനെയൊക്കെ ആശയവിനിമയം നടത്താം. ഭാഷയോ ചിഹ്നങ്ങളോ എഴുത്തുവിദ്യയോ ഇല്ലാതിരുന്ന കാലത്ത് ഒരു ആശയം എങ്ങനെയായിരിക്കാം ഒരാൾ മറ്റൊരാളുമായിട്ട് കൈമാറിയിരുന്നത്? അപ്പം നമുക്കറിയാം എന്താണ്? ആംഗ്യങ്ങളിലൂടെ, അതുപോലെ പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് ഒക്കെ ആയിരിക്കും. ആദിമ മനുഷ്യർ ശരീരമുഖചലനങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും ആശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ആദിമ മനുഷ്യർ എന്താ ചെയ്തത്? അവരുടെ ശരീരം, മുഖചലനങ്ങൾ ഒക്കെയാണ് അവർ ശബ്ദം പുറപ്പെടുവിക്കാനും ആശയങ്ങൾ കൈമാറാനൊക്കെ പ്രകടിപ്പിച്ചത്. പിന്നീട് അവർ ദൂരസ്ഥലങ്ങളിലുള്ളവരുമായി ആശയം കൈമാറാൻ തീയും പുകയും അടയാളമായി ഉപയോഗിച്ചു. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നിട്ട് കൂട്ടത്തോടെ ഇരുന്ന് എന്ത് ചെയ്യുന്നു? തീ കത്തിക്കും. അപ്പോൾ അവിടെ ആളുണ്ടെന്ന് മനസ്സിലാവും. ഇനി ഏകദേശം 30,000-ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത് എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന ഏത് കാലഘട്ടത്തിലാണ്? 30,000 വർഷങ്ങൾക്ക് മുമ്പ് ആണ് എന്തുപയോഗിച്ചിരുന്നത്? മനുഷ്യർ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിരുന്നതായിട്ട് ആര് പറയുന്നത്? നമ്മുടെ ചരിത്രകാരന്മാർ പറയുന്നത്. പ്രാചീന കാലത്തെ ഗുഹകളുടെ ഭിത്തികളിൽ വരച്ച ചിത്രങ്ങൾ അക്കാലത്തെ ആശയവിനിമയത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു പ്രാചീന കാലത്ത് ഗുഹകളുടെ ഭിത്തികളിലൊക്കെ അവരെന്ത് ചെയ്തു? ചിത്രങ്ങൾ വരച്ചു. ഇതൊക്കെ എന്താണ്? പിന്നെ കലകളും ചിത്രങ്ങളും ഒക്കെ വരച്ചു. ഇത് അവരുടെ ആശയവിനിമയത്തിന് ഉദാഹരണമാണെന്ന് നമ്മൾ പറഞ്ഞു. ചിഹ്നങ്ങളും ചിത്രങ്ങളും ആശയപ്രകടനത്തിന് ഉപയോഗിച്ചു. പിന്നീട് അവർ ലിപികൾക്കും എഴുത്തുവിദ്യയ്ക്കും രൂപം നൽകി. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയത്. അപ്പോൾ എഴുത്തുവിദ്യ രൂപം കൊണ്ടത് 5000 വർഷങ്ങൾക്ക് മുമ്പാണ്. സുമേറിയക്കാരാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. അപ്പോൾ എഴുത്തുവിദ്യ രൂപം കൊണ്ടത് 5000 വർഷങ്ങൾക്ക് മുമ്പാണ്. ആരാണ് എഴുത്തുവിദ്യ വികസിപ്പിച്ചത്? സുമേറിയക്കാരാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിക്കുന്നത്. ക്യൂണിഫോം എന്ന പേരിലാണ് ഈ ലിപി അറിയപ്പെടുന്നത്. അപ്പോൾ സുമേറിയക്കാരുടെ ലിപി അറിയപ്പെടുന്ന പേര് ക്യൂണിഫോം എന്നാണ്. ഇത് കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. അപ്പോൾ കളിമൺ ഫലകങ്ങളിലാണ് ഏതെഴുതിയത്? ക്യൂണിഫോം എന്ന ലിപി എഴുതിയിരുന്നത്. അതുപോലെ ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിക്ക് പറയുന്ന പേരെന്താണ്? ഹൈറോഗ്ലിഫിക്സ് എന്നാണ്. ഇതാണ് ഹൈറോഗ്ലിഫിക്സ്. ഇത് നമ്മുടെ ക്യൂണിഫോം ലിപി, ഇത് ഹൈറോഗ്ലിഫിക്സുമാണ്. വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് വിവിധ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന മാർഗങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ചിത്രങ്ങൾ, ഇപ്പോൾ എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം, പണ്ട് കാലത്തൊക്കെ എന്ത് ചെയ്തിരുന്നു? ശിലകളൊക്കെ ഉപയോഗിച്ചിരുന്ന് ചിത്രങ്ങൾ വരച്ചിരുന്നു, എഴുതിയിരുന്നു. ഇനി ഉപകരണം, അതിനുപയോഗിച്ചിരുന്ന ഉപകരണം എന്താണ്? കൂർത്ത കല്ലുകളാണ്. ഇനി പിന്നീട് എന്ത് ചെയ്തു? അത് ചെമ്പ് തകിടിലായി. പിന്നെ എന്ത് ചെയ്തു? അതിന് വേണ്ടിയിട്ട് ചെമ്പ് തകിടിൽ എന്ത് വെച്ചിട്ടാണ് എഴുതിയത്? ലോഹ എഴുത്താണി ഉപയോഗിച്ചിട്ടാണ് എഴുതിയിരുന്നത്. പിന്നെ അതിനുശേഷം താളിയോല എഴുതാനായിട്ട് താളിയോല ഉപയോഗിച്ചു. അതിന് വേണ്ടിയിട്ട് എഴുത്താണി അല്ലെങ്കിൽ നാരായണീയവും ഉപയോഗിച്ചു. ആദ്യകാലങ്ങളിൽ വാർത്തകളും സന്ദേശങ്ങളും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുവാനായി കുതിരകളെയും നായകളെയും പക്ഷികളെയും ഉപയോഗപ്പെടുത്തിയിരുന്നു. വാർത്തകളും സന്ദേശങ്ങളും പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ മാർഗങ്ങളിലൊന്നാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെ വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നത് എന്ത് ചെയ്തു? എളുപ്പം. ആദ്യം രാജകീയമായിട്ട് എന്ത് ചെയ്തു? ഇതുപോലെ രാജകീയ ഓലകൾ, അതുപോലെ ബാൻഡ് മേളം, കൊട്ടിയൊക്കെയാണ് ആളുകളെ അറിയിച്ചിരുന്നത്. അച്ചടി സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. അപ്പോൾ അച്ചടി കണ്ടുപിടിച്ചത് ആരാ? ചൈനക്കാരാണ് അച്ചടി കണ്ടുപിടിച്ചത്. ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ആദ്യകാലത്ത് അച്ചടി യന്ത്രങ്ങൾ പ്രവർത്തിപ്പിച്ചത് അങ്ങനെയാണ്, മരക്കട്ടകൾ ഉപയോഗിച്ചാണ്. പിന്നീട് അച്ചടി യന്ത്രം ജർമ്മൻകാരനായ ഗുട്ടൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. അപ്പോൾ ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ജർമ്മൻകാരനായ ഗുട്ടൻബർഗ് ആണ്.
അച്ചടിയുടെ വരവോടെ ആശയങ്ങളും വാർത്തകളും വേഗത്തിൽ പ്രചരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ ഗുട്ടൻബർഗിൻ്റെ അച്ചടി യന്ത്രമാണ്. ഈ ഇരുമ്പ് കൊണ്ടുള്ള അച്ചടി യന്ത്രമാണ് ഗുട്ടൻബർഗിൻ്റെ ഈ അച്ചടി യന്ത്രം. ഇതാണ് നമ്മുടെ ഗുട്ടൻബർഗ്. അപ്പോൾ ആദ്യമായിട്ട് അച്ചടിച്ച പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. തപാൽ സംവിധാനത്തിൻ്റെ വരവ് ആശയവിനിമയം വേഗത്തിലാക്കി. പിന്നീട് എന്ത് ചെയ്തു? തപാൽ സംവിധാനം കടന്നു വന്നു. അപ്പോൾ ആശയവിനിമയം കുറച്ചുകൂടി വേഗത്തിലായി. ഗതാഗത രംഗത്തുണ്ടായ പുരോഗതിയും ആശയവിനിമയത്തെ സ്വാധീനിച്ചു. ആശയങ്ങളും സന്ദേശങ്ങളും വാർത്തകളും എത്തിക്കുന്നതിന് തപാൽ സംവിധാനം വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുണ്ടായ വികാസം ആശയവിനിമയ രംഗത്ത് വൻ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കി. ഇൻ്റർനെറ്റിൻ്റെയും അനുബന്ധ സേവനങ്ങളുടെയും കടന്നുവരവ് ആശയവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഇൻ്റർനെറ്റും അതുപോലെ നമ്മുടെ അനുബന്ധ സേവനങ്ങളും ഒക്കെ കടന്നു വന്നപ്പോൾ എന്ത് ചെയ്തു? ആശയവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഇവ വരുത്തിയത്. ഇനി ആശയവിനിമയ രീതികളാണ് നമ്മൾ പറയുന്നത്. വാർത്തകളും സന്ദേശങ്ങളും കൈമാറ്റം ചെയ്യുന്നത് മുഖ്യമായും 2 രീതികളിലാണ്. അപ്പോൾ അത് ആശയവിനിമയ രീതികൾ ഏതൊക്കെയാണ്? ഒന്ന് വ്യക്തിഗത ആശയവിനിമയമുണ്ട്, ഒന്ന് ബഹുജന ആശയവിനിമയവും ഉണ്ട്. വ്യക്തിഗത ആശയവിനിമയം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതാണ് വ്യക്തിഗത ആശയവിനിമയം എന്ന് പറയുന്നത്. ഇതിനായി എന്ത് ചെയ്യുന്നു? പ്രയോജനപ്പെടുത്തുന്ന ഉപാധികളാണ് വ്യക്തിഗത ആശയവിനിമയ ഉപാധികൾ. അപ്പോൾ വ്യക്തിഗത ആശയവിനിമയ ഉപാധികൾക്ക് ഉദാഹരണം ഇവിടെ താഴെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇല്ലൻഡ്. അതായത് പണ്ട് കാലത്ത് ലെറ്ററൊക്കെ എഴുതിയിരുന്നത് വ്യക്തികൾ ഒരാൾ മറ്റൊരാൾക്ക് എഴുതിയിരുന്നത് ഇല്ലൻഡ് ഉപയോഗിച്ച് ലെറ്റർ എഴുതിയിരുന്നു. പിന്നെ ടെലഗ്രാഫ്, അതുപോലെ ടെലിഫോൺ, പിന്നെന്താണ് ഫാക്സുകളൊക്കെ അയച്ചിരുന്നു. അത് കഴിഞ്ഞ് ഇൻ്റർനെറ്റായി, ഇൻ്റർനെറ്റ്, പിന്നെ ഇമെയിൽ, ഇപ്പോൾ ഇത് മൊബൈൽ ഫോണിൽ വന്ന് നിൽക്കുന്നു. ഇനി ബഹുജന ആശയവിനിമയം എങ്ങനെയാണ്? ഒരു സന്ദേശമോ ആശയമോ വലിയൊരു വിഭാഗത്തിലേക്ക് എത്തിക്കുന്നതാണ് ബഹുജന ആശയവിനിമയം എന്ന് പറയുന്നത്. ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന മാധ്യമങ്ങളാണ് ബഹുജന ആശയവിനിമയ ഉപാധികൾ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ന്യൂസ് പേപ്പർ, അതുപോലെ ടെലിവിഷനിൽ ന്യൂസ്, ഇതൊക്കെ എന്താണ്? ബഹുജന ആശയവിനിമയങ്ങളാണ്. അപ്പോൾ ബഹുജന ആശയവിനിമയങ്ങൾക്ക് ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്. വർത്തമാന പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, ഏതാണ്? സെമിനാറുകൾ, പിന്നെന്താണ്? പൊതുയോഗങ്ങൾ, തെരുവ് നാടകം, ഇതൊക്കെ ബഹുജനാശയവിനിമയ മാർഗങ്ങളാണ്. മേൽ സൂചിപ്പിച്ചവ കൂടാതെ നമ്മളുടെ പുസ്തകങ്ങൾ, മാഗസിനുകൾ, കലാരൂപങ്ങൾ, സിനിമ, സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയ മാർഗങ്ങളിലൂടെയും വലിയൊരു ഭാഗം ആളുകളുമായി ആശയം കൈമാറാൻ സാധിക്കുന്നു. ഇൻ്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതികവിദ്യയെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ലഭിക്കുന്നു. ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുന്ന ചില നൂതന ആശയവിനിമയ സംവിധാനങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, വീഡിയോ കോൺഫറൻസ്. അകലെയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ കണ്ടുകൊണ്ട് സംസാരിക്കാനും ആശയങ്ങൾ കൈമാറാനും കഴിയുന്നതാണ് വീഡിയോ കോൺഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ കോൺഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്തിരുന്ന് കാണുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംസാരിക്കാനും ആശയം കൈമാറാനും കഴിയും. ഇനി ഇ കൊമേഴ്സ് എന്താണ്? ഇൻ്റർനെറ്റ് സംവിധാനത്തിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള സംവിധാനമാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. അടുത്തെന്താണ്? ഇമെയിലാണ്. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്നതാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇനി ടെലിമെഡിസിൻ ഉണ്ട്. വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആരോഗ്യരംഗത്ത് ഉപയോഗപ്പെടുത്തുന്നതാണ് ടെലിമെഡിസിൻ. ആധുനിക സമൂഹത്തിൻ്റെ രൂപീകരണത്തിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ വേഗത്തിലുള്ള വളർച്ച ലോക ജനതയ്ക്ക് ഒന്നിച്ചു ചേരാനുള്ള അവസരമാണ് ലഭ്യമാക്കുന്നത്. ഇത് ലോകത്തെ ഒരു ആഗോള ഗ്രാമമാക്കുന്നു. സൗഹൃദപരമായ ഒത്തുചേരലിനും മാനവിക മൂല്യങ്ങൾ വളർത്തുന്നതിനും സഹായകമായ രീതിയിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു 7ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്, ഗതാഗതവും ആശയവിനിമയം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. അപ്പോൾ വളരെയേറെ
നല്ലൊരു ചാപ്റ്ററാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.